നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ പറ്റിയിട്ടാണ്. നമ്മളിത് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ സെറംസ് ആണെങ്കിലും ക്രീമുകളാണെങ്കിലും ഒക്കെ നമ്മുടെ ഫേസിൽ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. പലരും പറയാറുണ്ട്, ഞാൻ സെറംസും ക്രീമുകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ എനിക്ക് പറയുന്ന അത്ര ഗ്ലോ ഒന്നും കിട്ടാറില്ല, അതോടൊപ്പം തന്നെ എൻ്റെ മുഖത്ത് പിമ്പിൾസ് വരുന്നുണ്ട്, അതുപോലെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കറക്റ്റായിട്ട് റിയലൈസ് ചെയ്യാതെ ഈ സെറംസും ക്രീമുകളും അതുപോലുള്ള പ്രോഡക്റ്റുകളും അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ മുഖത്ത് കുരുക്കളാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്നത്ര ഗ്ലോയോ അതോടൊപ്പമുള്ള എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടോ കിട്ടാത്തത്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ്. അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവത്തുള്ളൂ. അപ്പം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമുക്ക് സ്കിൻ ടൈപ്പ് രണ്ട് രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന് നമ്മുടെ ലുക്ക് വൈസ് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും, അതോടൊപ്പം തന്നെ ഫീൽ വൈസും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ത്രൂ ഔട്ട് ഒരു വർഷത്തിൽ ഈ സ്കിൻ ടൈപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ പല ഫാക്ടർ കൊണ്ടും നമ്മുടെ സ്കിൻ ടൈപ്പ് എന്ത് ചെയ്യാം, മാറിക്കൊണ്ടിരിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടുണ്ട്. ഇപ്പം ചിലർക്ക് വിൻ്റർ സീസണിലും സമ്മർ സീസണിലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്കിൻ ടൈപ്പ് ആയിരിക്കും അനുഭവപ്പെടുന്നത്. ഇപ്പോൾ വിൻ്ററിൽ ഡ്രൈ ആയിട്ടും സമ്മറിൽ ഓയിലി ആയിട്ടും മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും കാണപ്പെടാറുള്ളത്. അപ്പം നമ്മൾ ഒരു വിൻ്റർ സീസണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നും അതുപോലെ തന്നെ സമ്മറിൽ കുറച്ച് ഓയിലി ആയിട്ടുള്ള സ്കിന്നും ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ മുഖത്ത് എന്ത് ചെയ്യാൻ, ഈ ക്രീമുകളും സെറങ്ങളും അതുപോലെയുള്ള പ്രോഡക്റ്റുകളും, ഇപ്പോൾ ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ വേറൊരു ഫാക്ടറാണ് നമ്മുടെ സ്കിൻ ടൈപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് ഏജ് എന്ന് പറയുന്നത്. അപ്പം ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള സെബത്തിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിട്ട് വരാനായിട്ടുള്ള സാധ്യത നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് വളരെ കൂടുതലാണ്. വേറെ ഒന്നാണ് ഹോർമോണൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഹോർമോൺ പ്രൊഡക്ഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ഉണ്ടാക്കും, നമ്മുടെ സ്കിന്ന് കൂടുതൽ ഓയിലി ആയിട്ട് വരാനായിട്ട് കാണപ്പെടാനായിട്ട് കാരണമായിട്ട് തീരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് വേറൊരു ഫാക്ടർ, നേരത്തെ പറഞ്ഞതുപോലെ ക്ലൈമറ്റും, അതോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റേതും ഒരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ കാണപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ രീതിയിൽ ഇരിക്കണം എന്നില്ല, അതെന്ത് ചെയ്തുകൊണ്ടിരിക്കും, ത്രൂ ഔട്ട് നമുക്കത് ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് കാരണമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ സ്കിൻ ടൈപ്പ് വിൻ്ററിൽ എങ്ങനെയാണ്, സമ്മറിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് ഹോർമോണൽ ചേഞ്ചോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സ്കിന്ന് മാറിയിട്ടുണ്ടോ, ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്കിനി നോക്കാം എങ്ങനെ നമുക്ക് ലുക്ക് വൈസ് നമ്മുടെ സ്കിൻ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ലുക്ക് വൈസ് നമുക്ക് സ്കിന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്, ഇപ്പം നമ്മളിപ്പം ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ മുഖം വളരെയധികം ഡ്രൈ ആയിട്ട് വലിഞ്ഞു മുറുകുന്നതായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കൈവച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പോറി നോക്കുമ്പോൾ തന്നെ നല്ല പോലെ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന ഒരു വെള്ളപ്പാട് പോലെയൊക്കെ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്കിന്നുകാർ ഡ്രൈ സ്കിന്നുകാരായിരിക്കും എന്നുള്ളതാണ്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് കുറച്ചൊന്ന് ചൂടൊക്കെ അടിച്ച് കഴിയുമ്പോൾ തന്നെ വളരെയധികം ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുക, വളരെ ഡള്ളായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മുഖം കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ സ്കിന്നെന്ന് പറയുന്നത് ഓയിലി സ്കിൻ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ വേറെ ചിലരുണ്ട് കോമ്പിനേഷൻ സ്കിന്ന്, അവർക്ക് ഈ ഭാഗം, അതായത് രണ്ട് ഏരിയകളുണ്ട് നമ്മുടെ ഫേസിൽ, ടി സോൺ ഏരിയയും അതുപോലെ സി സോൺ ഏരിയയുമാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പം ഈ ടി സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗം, നോസിൻ്റെ ഭാഗം, ചിന്നിൻ്റെ ഭാഗം, ഇത്രയും ഭാഗമാണ് നമ്മുടെ ടി സോൺ ഏരിയ എന്ന് പറയുന്നത്. സി സോൺ ഏരിയ എന്ന് പറയുന്നത് ഈ ഭാഗം അതുപോലെ കണ്ണിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ, ഇതൊക്കെ സി സോൺ ഏരിയയാണ്. അപ്പോൾ ചിലർക്ക് ടി സോൺ ഏരിയ, അതായത്
നമ്മുടെ നെറ്റിയുടെ ഭാഗത്തും നോസിൻ്റെ ഭാഗത്തും ചിന്നിൻ്റെ ഭാഗത്തും മാത്രം വളരെയധികം ഓയിലി ആയിട്ട് കാണപ്പെടുക, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. അങ്ങനെയുള്ളവരുടെ സ്കിന്ന് പക്ഷേ സീസോൺ ഏരിയ എന്ന് പറയുന്നത് നോർമലായിട്ട് കാണപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് കോമ്പിനേഷൻ സ്കിന്നായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. ഇനി വേറെ ചിലർക്ക് വളരെ നോർമലായിട്ടുള്ള സ്കിന്നായിരിക്കും, അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും കാണത്തില്ല, പിമ്പിൾസ് കാണത്തില്ല, അതുപോലെ അധികം ഓയിലി അല്ല, അധികം ഡ്രൈ അല്ല, വളരെ മനോഹരമായിട്ടുള്ള സ്കിന്നായിരിക്കും ചിലർക്ക് ഉണ്ടാവുക. അവരുടെ എന്ന് പറഞ്ഞാൽ നോർമൽ സ്കിന്നായിരിക്കും. മറ്റു ചിലർക്ക് വളരെ സെൻസിറ്റീവായിരിക്കും. ഏതൊരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും, അതായത് നമ്മളിപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ഒരു അലോവേര ജെല്ലോ അല്ലെങ്കിൽ മഞ്ഞളോ എന്തെങ്കിലും ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ, എന്ത് അപ്ലൈ ചെയ്താലും വളരെയധികം കുരുക്കൾ വരികയും അതുപോലെ റെഡ്നെസ് ഒക്കെ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. ഇതാണ് നമുക്ക് ലുക്ക് വൈസ് നമ്മുടെ സ്കിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫീൽ വൈസ് എങ്ങനെ നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളൊരു മൈൽഡ് ക്ലെൻസറോ ഫേസ് വാഷോ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ 1 മണിക്കൂർ റെസ്റ്റ് എടുക്കുക. അതായത് നമ്മൾ AC ഉള്ള റൂമിൽ ഇരിക്കരുത്. ഇപ്പോൾ നോർമൽ ഫാനിൻ്റെ ചോട്ടിലിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ AC ഉള്ള റൂമിൽ ഇരിക്കാതിരിക്കുക. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. ആ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തൊന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചു നോക്കുക. മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും തുടച്ചു നോക്കുക. നമ്മൾ മുഖം തുടയ്ക്കുന്ന സമയത്ത് മുഖത്തിൻ്റെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ആ ടിഷ്യൂ പേപ്പർ ധാരാളം ഓയിലി കണ്ടൻറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ, ആ ടിഷ്യൂ പേപ്പർ നിറച്ച് ഓയിൽ കണ്ടൻറ്റ് കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സ്കിൻ എന്ന് പറയുന്ന ഓയിലി സ്കിൻ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നോക്കുമ്പോൾ വളരെയധികം ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുക, ഓയിലിൻ്റെ കണ്ടൻറ്റ് ഒട്ടും തന്നെ ഇല്ല, മുഖം വലിഞ്ഞു മുറുകുന്ന പോലെ കാണുക, ഇങ്ങനെ തുടയ്ക്കുമ്പോൾ തന്നെ വെള്ള തരിതരി പോലെയൊക്കെ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, വളരെ റഫായിട്ടും ഒക്കെ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും, മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും, നമ്മൾ C സോൺ ഏരിയയിലും T സോൺ ഏരിയയും എല്ലാ ഭാഗവും നമ്മൾ നോക്കുക. ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഏരിയയും ഓയിലി ആയിരിക്കും എന്നുള്ളത്, ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഏരിയയും ഇങ്ങനെ ഡ്രൈ ആയി തന്നെ ഫീൽ ചെയ്യും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് കോമ്പിനേഷൻ സ്കിൻ ആണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ C സോൺ ഏരിയയും T സോൺ ഏരിയയും ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ച് നോക്കുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തും അതുപോലെ ചിന്നിൻ്റെ ഏരിയയിലും അതുപോലെ നെറ്റിയിൽ നിന്നും മാത്രം ഓയിൽ കണ്ടൻറ്റ് ടിഷ്യൂ പേപ്പറിൽ കാണപ്പെടുകയും മറ്റ് ഏരിയയിലെല്ലാം നോർമലായിട്ട് ഓയിൽ കണ്ടൻറ്റ് ഒന്നും തന്നെ കാണപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു ഓയിൽ കണ്ടൻറ്റും കാണത്തില്ല, വളരെ നോർമലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കിന്ന് തന്നെയായിരിക്കും അതെന്ന് നോർമൽ സ്കിന്നുകാരുടേന്ന് പറയുന്നത്. ഇനി സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിത് എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ തുടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ വളരെ റെഡായിട്ട് കാണപ്പെടാറില്ല, അതുപോലെ റെഡ്നെസ് തോന്നുക, അതുപോലെ ചൊറിച്ചിൽ കാണപ്പെടുക, ഇങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫീൽ വൈസ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ലുക്ക് വൈസും ഫീൽ വൈസും നമുക്ക് നമ്മുടെ സ്കിന്ന് എങ്ങനെയാണെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് ഈ സെറംസും അതുപോലെയുള്ള ക്രീമുകളും അതുപോലെയുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സുകളും അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ചെയ്യുന്ന ഒരു നല്ല കാര്യം അതെന്തായിട്ട് വരും, വളരെ മോശമായിട്ടുള്ള റിസൾട്ടിലേക്ക് വരാറുണ്ട്. അപ്പം പലർക്കും പല പ്രോഡക്റ്റുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അലർജിക്കായിട്ടും അതുപോലെ തന്നെ സ്യൂട്ട് ആവാതെയും വരുന്നത്. അപ്പം നിങ്ങൾ ഈ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ, എങ്കിൽ മാത്രമേ നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുന്നത്, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.